ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം 8:50 നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. 8:57 നമുക്കിപ്പോൾ ട്രെയിൻ മിക്സ് ആവും. അതിനാണ് ഞാൻ ഈ സമയം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഗുരുവായൂർ പോവാണ്. അപ്പോൾ ഞാനും എൻ്റെ റൂമിലുള്ള വേറെ കൂട്ടുകാരനുണ്ട്. അവൻ്റെ അവിടെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 9:15 9:45 കണ്ടാണ് ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ വെച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്പീഡിൽ. നമ്മളപ്പോൾ നമ്മുടെ എസ് ജംഗ്ഷനിൽ നിന്ന് മെട്രോ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എസ് ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തായാലും പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അതിലെ എറണാകുളത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അതും കഴിഞ്ഞ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. അപ്പോൾ നമ്മൾ എസ് ജംഗ്ഷനിൽ നിന്ന് നേരെ മെട്രോ പിടിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും. അവിടെ നേരെ ഗുരുവായൂർ നമ്മുടെ ഇൻ്റർസിറ്റിക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ധൃതിയിലാണ് ഇൻട്രോ ഒക്കെ എടുത്ത് ഞാൻ പോകുന്നത്. അതാണ് പെട്ടെന്ന് എല്ലാം കാണിച്ചു വിടുന്നത്. അപ്പോൾ അതേ മെട്രോ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇവിടുന്ന് സൗത്ത് വരെ, മൊത്തം 60 രൂപ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തത് മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ വരാൻ വേണ്ടി. ഇപ്പം 9 കഴിഞ്ഞിട്ടുണ്ട്. ഐ മീൻ 9:30 ആയിട്ടുണ്ട്. 9:45 ട്രെയിൻ. എന്തായാലും പെട്ടെന്ന് എത്തണം. 9:30 ആകാൻ പോകുന്നു. നമ്മളപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നേരെ സൗത്തിൽ ചെല്ലുക. സൗത്തിൽ നേരെ 9:45 ട്രെയിൻ പിടിക്കുക. ഗുരുവായൂർ പോകണം. അതാകുമ്പോൾ 12 മണിക്ക് കറക്റ്റ് ഗുരുവായൂർ അവിടെ എത്തും. അങ്ങനെയാകുമ്പോൾ നമ്മളെ പ്ലാനിങ് വെച്ചാണ് കറക്റ്റ് നിർമ്മാലയം തൊഴാൻ എന്നുള്ള പ്ലാനിലാണ് പ്ലാൻ ചെയ്തത് ഞാനിതിപ്പോൾ ഇവനും കൂടെയാണ് പോകുന്നത്. കണ്ണാടി വെച്ചൊരു ലുക്ക് കാണിച്ചെന്നുള്ളൂ, വേറൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളിത് ട്രെയിനിൽ കയറി സൗത്ത് എന്തായാലും എത്താറായി. മെട്രോ പിന്നെ ചടപടയെന്നായി പോകുന്ന കാരണം നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊന്നും പേടിക്കണ്ട. പിന്നെ ഈ 10-9 മണി സമയം അതുകൊണ്ട് തിരക്കാനൊന്നുമില്ല. നമ്മളെന്തായാലും എന്ത് ചെയ്യും, മെട്രോ ഇറങ്ങി നേരെ സൗത്തിലേക്ക് ഇനി നേരെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടാവാൻ കൊണ്ടുപോയതാണ്. ഇത് ഏത് വഴിയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല, അവനും പിടുത്തം കിട്ടില്ല. ഇവിടുന്ന് കണ്ടൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് ആ ഷോർട്ട് കട്ട് തപ്പി പിന്നെയും നടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് നടക്കാൻ തുടങ്ങി. ഇതിലെന്തായാലും നേരെ പോയിരുന്നെങ്കിൽ എത്തിയാണ്. ഈ ഷോർട്ട് കട്ട് കാരണം അവൻ പറഞ്ഞ് ഇവിടെ അടുത്താണ്. ഗൈസ് ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. ട്രെയിൻ വരുന്നു എന്നൊക്കെ നിലവിളിക്കുന്നുണ്ട്. ഇവിടെ അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. ട്രെയിൻ ലേറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നീണ്ട ഗ്യാപ്പിന് ശേഷം ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. 12 മണിയായപ്പോഴത്തേക്ക് 12 കാലം കണ്ടായപ്പോൾ ഗുരുവായൂരെത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിടന്നുറങ്ങി. സീറ്റില്ലായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എറണാകുളത്തു നിന്ന് തന്നെ പകുതി ആൾക്കാരുണ്ടായിരുന്നു കയറാനായിട്ട്. ഈ ട്രെയിൻ ഞങ്ങളീ വന്ന ട്രെയിനകത്ത് പകുതി പേര് ഇങ്ങോട്ടുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിനൊക്കെ തിരക്ക്. ഞായറാഴ്ച, പിന്നെ മകരവിളക്ക്, അയ്യപ്പന്മാരുടെ സീസൺ കൂടിയാണ്. മൊത്തം അയ്യപ്പന്മാരാണ് ഇതിനകത്ത്. അതവിടെ നല്ല തിരക്കുണ്ട്. ക്യൂവിൽ കയറാൻ തൊഴാൻ പറ്റുമെന്ന് നല്ല ഡൗട്ടാണ് എനിക്ക്. ക്യൂ കണ്ടിട്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. എനിക്ക് ഇത്രത്തോളം കാണാൻ പറ്റുന്നത് അറിയില്ല. ഏകദേശം അപ്പോൾ നമ്മളിതേ മറ്റേ ഫോണും കാര്യങ്ങളൊന്നും വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഫോണൊന്നും അകത്ത് കയറ്റത്തില്ല. ഇനി മുണ്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഫൈനലി നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്, നല്ല തള്ളും ഉണ്ടായിരുന്നു. എന്തിപ്പോൾ ഉണ്ടോ തിരക്ക് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ 3 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ നടയിൽ അവിടെയൊക്കെ എത്താറായി. നമ്മൾ 3:20 ആയപ്പോൾ കളഭാഭിഷേകമാണ് കണ്ടത്. നിർമ്മാലയം തൊഴാൻ പറ്റിയില്ല. അപ്പോൾ കളഭാഭിഷേകം കയറി തൊഴുത് അങ്ങനെ ഇറങ്ങി പോകുന്നു. ഇപ്പോൾ 5 രൂപയിനെങ്ങാണ്ട് അടുത്ത ട്രെയിൻ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് കണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തിരക്കുണ്ട് നല്ല രീതിക്ക്. ഇത് കയറി ഇറങ്ങിയവരൊക്കെയാണ് ഈ വരുന്നത്. പിന്നെ കയറാനുള്ളവരും വരുന്നുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല സീസൺ കൂടെ ആയത് കാരണം നല്ല തിരക്കാണ്. നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5:50 ട്രെയിൻ പിടിക്കുന്നത്. എന്തോ മധുര തിരുനെൽവേലി അങ്ങനെ ഏതാണ്ട് ട്രെയിനാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടുന്ന് ഗുരുവായൂർ എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങോട്ട് വന്ന് ഇൻ്റർസിറ്റിക്ക് അത് ഇവിടെ 12 മണിയാകുമ്പോൾ എത്തും. അതിന് മുമ്പ് ട്രെയിൻ ഉണ്ട്. നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ വരാം. 12 മണിയാകുമ്പോൾ അത് ഇവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ കുളിക്കണമെന്നുള്ളവർക്ക് കുളിക്കാം. അല്ലെങ്കിൽ നേരെ റൂമിൽ നിന്ന് കുളിച്ചിട്ട്, അടുത്തുള്ളവരൊക്കെയാണ് റൂമിൽ നിന്ന് കുളിച്ചിട്ട് വരിക. നേരെ ട്രെയിൻ കയറുക. ഞങ്ങളങ്ങനെ വന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കുളിച്ചു, നേരെ കയറി ഇവിടെ എത്തി. അങ്ങനെയായിരുന്നു പരിപാടി. പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. ക്യൂവിൽ നിന്ന കാരണം നല്ല രീതിയിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ നല്ല തിരക്കും കാരണം ഇങ്ങനെയൊന്നും ഇരുന്ന് ഉറങ്ങാൻ പറ്റില്ല. നല്ല ഉറക്കക്ഷീണമുണ്ട്. എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞു. കണ്ണൊക്കെ അടഞ്ഞ് തൂങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ട്രെയിനിൽ കയറിയിട്ട് സീറ്റ് കിട്ടുവാണെങ്കിൽ കിടന്നുറങ്ങാവുന്ന പ്ലാനിലാണ് ഈ നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിന്നെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടുത്തെ സെക്യൂരിറ്റിയുടെ പേര് പങ്കജെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ നിൽക്കുക. ഇതാണ് ആ ട്രെയിൻ. തിരുനെൽവേലി, മധുര അങ്ങനെ എന്തോ ട്രെയിനാണ്. 5:50 എടുക്കുന്നതെന്നാണ് നമ്മുടെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് ഇവിടെ ക്യൂ വെച്ചൊരു ചേച്ചിമാരെ പരിചയപ്പെട്ടായിരുന്നു. ഫോണില്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണൊക്കെ ഇവിടെ മറ്റേ കൂട്ടി വെച്ചിരിക്കുന്ന കാരണം നമ്മളെടുത്തില്ല. ഇപ്പോൾ ഏകദേശം നേരം വെളുത്തിട്ടുണ്ട്.
എന്തായാലും കുറച്ച് നേരം ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കണ്ണടഞ്ഞ് പോയി 2-3 പ്രാവശ്യം ഇങ്ങനെ കണ്ണടഞ്ഞ് ഫോൺ കയ്യിൽ നിന്ന് പോകാൻ പോയി. നല്ല രീതിയിൽ ഉറക്ക ക്ഷീണമുണ്ട്. ക്യൂ നല്ല തിരക്കുള്ള കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു അങ്കമാലിയിലുള്ള ഒരു ടീമുണ്ടായിരുന്നു ചേച്ചിമാർ, അവർ മിക്കപ്പോഴും തന്നെ. അപ്പോൾ അവർ പറഞ്ഞാണ് ഈ ട്രെയിനിൻ്റെ കാര്യം. അപ്പോൾ അവരെ പരിചയപ്പെട്ടു. പിന്നെ അതുകൂടാതെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ 2-3 പേരെയൊക്കെ പരിചയപ്പെട്ടു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അവരൊക്കെ മിക്കപ്പോഴും വരുന്നതാണ്. സ്ഥിരം ഇവിടെ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും അവർ. അടുത്ത അവരെങ്ങോട്ടോ വടക്കുന്നാഥൻ അങ്ങനെ ഇങ്ങനെ പ്ലാനിങ്ങിലാണ്. അങ്ങനെ അവരൊക്കെ കുറച്ച് പേരെങ്ങനെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഏകദേശം നേരം വെളുത്ത് വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നുകൂടെ വീഡിയോ എടുത്തത്. ഞാൻ പിന്നെ ഉറങ്ങാമെന്ന് വിചാരിച്ച് ഫോൺ മാറ്റിയതാണ്. പിന്നെ നേരം വെളുത്ത് ആ ഒരു വിഷ്വൽ കൂടെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച്. സൂര്യൻ ഉദിച്ചു എന്നെ കറക്റ്റ് കിട്ടണമെങ്കിൽ മോട്ടോ തന്നെ വേണം. ഞാൻ നേരത്തെ എടുത്ത സാംസങ്ങിലാണ്. ഞാൻ രാത്രിയിലത്തെ സാധനങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത സാംസങ്ങിലാണ്. പക്ഷേ ഈ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ മോട്ടോയിലാണ്. മോട്ടോയിൽ ആ ഒരു ക്ലീൻ പിക്ചർ കിട്ടണമെങ്കിൽ മോട്ടോയിൽ തന്നെ ആ രാവിലത്തെ സാധനം എടുക്കണം. പക്ഷേ രാത്രി അതൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ശോകമായിരിക്കും, വൻ ബോറായിരിക്കും. കാര്യം ഒരുമാതിരി ഇരുട്ട് വന്നിട്ട് ഗ്രെയിംസൊക്കെ വരുന്നവരും വെട്ടലും വിറയലൊക്കെ ഉണ്ടാകും. പക്ഷേ സാംസങ്ങിൽ അത്ര കുഴപ്പമുണ്ടാവില്ല, ക്ലിയർ ആയിട്ട് കിട്ടും. ഈ കാണുന്ന രാത്രി എടുത്ത ഫുള്ള് സാംസങ്ങിലാണ്. അത് ചിലപ്പോൾ സാംസങ് അവിടെ മാറ്റി വെച്ച് നമ്മുടെ മോട്ടോ എടുത്തിരിക്കുന്നു. മോട്ടോയ്ക്ക് ചാർജ് ഉണ്ട്. സാംസങ്ങിൻ്റെ ചാർജ് ഏകദേശം തീർന്നു, 32% ഏതാണ്ട് എങ്ങാണ്ട് തീർന്നു. രാത്രിത്തെ ഫുള്ള് വീഡിയോ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത കാരണം. ഇത് ഈ ക്രിസ്റ്റൽ ഈ പോലത്തെ അതേപടി അങ്ങനെ ആ ഒരു മോർണിംഗ് സാധനം അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽ കിട്ടണമെങ്കിൽ കറക്റ്റ് മോട്ടോ എടുക്കണം. ഞാൻ അതുകൊണ്ടാണ് മോട്ടോ എടുത്തത്. കണ്ടോ, ഈ ഒരു വൈഡ് ആംഗിളൊക്കെ എടുക്കുമ്പോൾ ആർക്ക് ഇത് കിട്ടും. എന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ നേരം വെളുത്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങിയായിരുന്നു. നല്ലൊരു ഉറക്കം കഴിഞ്ഞു. ആലുവയിലെങ്ങാണ്ട് എത്തിയപ്പോൾ ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ കളമശ്ശേരി അങ്ങാണ്ട് കഴിഞ്ഞു. ഇപ്പോൾ എറണാകുളത്താറായി വരുന്നു. അപ്പോൾ അതം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാണ്. എന്തായാലും ഇനി ഇറങ്ങിയിട്ട് നേരെ മെട്രോ പിടിക്കുക, പോവുക, ഒന്ന് ചായ കുടിക്കണമെന്നുണ്ട്. ഐസ്. അപ്പോൾ അതേ ഫൈനലി നമ്മൾ മെട്രോ എത്തി. സൗത്ത് മെട്രോ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ നടന്നിട്ട് ഇപ്പുറത്തൊരു മെട്രോ ഉണ്ട്, ഞങ്ങൾ മറന്നുപോയി. എന്തൊരു മെട്രോ ഉണ്ട് നമ്മുടെ ആ ഒരു ബാങ്കിൻ്റെ ഇപ്പുറത്തായിട്ട്. അപ്പോൾ ആ മെട്രോ വഴി നമ്മൾ നേരെ എസ് എൻ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. പിന്നെ ചായ കുടിക്കണമെന്നുണ്ട്. രാവിലെ തൊട്ട് ആ ഒരു ഉറക്കക്ഷീണം കഴിഞ്ഞ് ഇപ്പം മുഖമൊക്കെ ഇത്തിരിയെങ്കിലും ക്ലിയർ ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 8:56 ഞങ്ങളിനി ഹോസ്റ്റലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് പ്ലാൻ ഇട്ടത്. ആദ്യം 9 മണിക്കുള്ളിൽ നമ്മളെന്തായാലും ഹോസ്റ്റലിലെത്തും. 9:30 വരെ അവിടെ ഫുഡുണ്ട്. നമ്മളെന്തായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഉള്ളൊരു പുള്ളിയോട്. അപ്പോൾ പുള്ളി ഫുഡ് എടുത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞ്. ഇനി ചായ ഒന്ന് കുടിക്കണമെന്നുണ്ട്. കാര്യം നല്ല ഇതുണ്ട്, ഒരു ക്ഷീണമുണ്ട്. പിന്നെ ചായ രാവിലെ തൊട്ട് കുടിക്കാത്തതിൻ്റെ ഒരു ഇതുണ്ട്, ഇഷ്ടമുണ്ട്. എന്തായാലും ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ പിടിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്ക് 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. 4-8 രൂപയായി നമുക്ക് നേരത്തെ. പക്ഷേ അവിടുന്ന് എസ് എൻ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും 30 രൂപയായിരുന്നു ഒരാൾക്ക്. ഇവിടുന്ന് കയറിയപ്പോൾ 40 രൂപ. അതെന്താ കണക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായാലും നമ്മുടെ എസ് എൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ പറ്റുമെങ്കിൽ അവിടുന്ന് കുടിക്കും. ഇല്ലെങ്കിൽ നേരെ ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു കടയുണ്ട്, അവിടെ ചെന്ന് എന്തായാലും കുടിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മെട്രോ കയറാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ അയ്യപ്പന്മാർ ഇതിനകത്ത് വന്ന് കുറേ ഫാമിലി ഉണ്ടായിരുന്നു. ഞാൻ അത് കാരണം ഇടയ്ക്കൊന്ന് കട്ട് ചെയ്തു. ഇതിപ്പോൾ ഇത് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ, കുറേ ഉണ്ടല്ലോ. ഇത് ഈ അടുത്ത എക്സ്കവേറ്റർ. ഇപ്പോൾ എക്സ്കവേറ്റർ കയറി ഇത് ഇങ്ങോട്ടുള്ള പോക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും മുണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ഞാനും മുണ്ടെടുത്ത് അവനും മുണ്ടെടുത്തുകൊണ്ട് പോകുന്നു. തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞ് പാൻറ്റ് ഇടണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കണില്ല, ഞാൻ മുണ്ടെടുത്തുകൊണ്ട് തന്നെ പോകാമെന്നും പറഞ്ഞ് ഞാൻ ആ ഇട്ട മുണ്ടും എടുത്തു. അവനും എന്നാൽ മുണ്ട് വരുന്നില്ല, മുണ്ട് ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞാൽ ഞങ്ങളുടെ മുണ്ടെടുത്തുകൊണ്ട് നടക്കുവാണ്. എന്തായാലും ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രെയിൻ വരുന്നു എന്നൊക്കെയാണ് കേട്ടത്. അവിടെ നിന്ന് വരുന്നുണ്ട് ദൂരെ. ഇവിടെ ആൾക്കാരെത്താൻ കുറവാട്ടോ പൊതുവെ. എന്തായാലും ചായ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ കുടിക്കാം. ഫൈനലി നമ്മൾ എസ് എൻ ജംഗ്ഷനിൽ എത്തി. അപ്പം പ്ലാൻ പിന്നെയും മാറ്റി. നമ്മളെന്തായാലും അവിടെ ഹോസ്റ്റലിൻ്റെ അവിടെ ചെന്നിട്ട് ചായ കുടിക്കാമെന്ന് പ്ലാൻ ഇട്ടു. ഇവിടുന്ന് കുടിക്കാനില്ല, കാര്യം പെട്ടെന്ന് റൂമിൽ എത്താൻ വേണ്ടിയുള്ള തിരക്കിലാണ്. നല്ല ക്ഷീണം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. എൻ്റെയൊക്കെ കണ്ണ് അടഞ്ഞടഞ്ഞ് പോയി. ഫോൺ 2-3 പ്രാവശ്യം താഴെ വീഴാൻ പോയി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. ഇത് നല്ല ഉറക്കക്ഷീണമുണ്ട്. കാര്യം ക്യൂ ആയത് കാരണം ഞാൻ ഇരുന്നൊക്കെ ഉറങ്ങി കുറച്ച് നേരം, പക്ഷേ പറ്റിയില്ല. എന്തായാലും നമ്മൾ വണ്ടി എടുക്കട്ടെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, രാത്രി കൊണ്ടുവന്ന് വണ്ടി നോക്കി പോവാണ്. വണ്ടി 2 ഹെൽമെറ്റും ഉണ്ട്. ഹെൽമെറ്റൊക്കെ അതിന് അടിച്ചുകൊണ്ട് പോയാൽ തീർന്ന്. നമ്മുടെ കൂട്ടുകാരൻ്റെ റൂമിലുള്ള വേറൊരുത്തൻ്റെ ഹെൽമെറ്റ് കൊടുത്തന്നെ വന്ന് വണ്ടി പിടിച്ചിട്ടുണ്ട്. ഹിമാലയുണ്ട്, അവൻ്റെ ഹെൽമെറ്റും ഉണ്ട്, എൻ്റെ ഹെൽമെറ്റും ഉണ്ട്. ഇത് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് പോകണം. വൈറ്റിലയിൽ നിന്ന് തന്നെ ഇരുമ്പനത്തേക്കുള്ള റോഡാണ്. എനിക്ക് എല്ലാവർക്കും അറിയാം സീപോർട്ട് എയർപോർട്ടിലേക്ക് കയറുന്ന റോഡ്. എന്തായാലും കുറേ പരിപാടി ഉണ്ടായിരുന്നു. കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു. തൊഴാൻ പറ്റിയെന്ന് വിചാരിച്ചെങ്കിലും തൊഴാൻ പറ്റി. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ടില്ല, ഞാൻ കിടന്ന് ഉറങ്ങും ചിലപ്പം.
അത് കാരണം ഇവിടം കൊണ്ട് വ്ളോഗ് എന്ത് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടക്കും വ്ളോഗായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ടാർക്കു സാറ്റ് സൈനിങ് ഓഫ് ഗൈസ്. ബൈ ബൈ ഷിജി. പിന്നെ കാണാം.